ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഡിഫറൻഷ്യൽ പെയർ എന്ന് പറയാൻ കാരണം രണ്ട് സെറ്റ് ഓഫ് ആംപ്ലിഫയേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വരുന്നത്. അതാണ് ഡിഫറൻഷ്യൽ പെയർ എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ പെയർ ഓർ ഡിഫറൻഷ്യൽ amplifier is the most widely used. It is most widely used building block ആണ്. Used building block in analog integrated circuit. In analog integrated circuit. Okay. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഇനി നമ്മൾ ഓപ്പറേഷണൽ ആംപ്ലിഫയറിൻ്റെ കേസിൽ, ഇൻ ദ കേസ് ഓഫ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ നമുക്കറിയാം മൾട്ടി സ്റ്റേജ് ആണ്. ഈ മൾട്ടി സ്റ്റേജിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻപുട്ട് സ്റ്റേജ് ഓഫ് എവരി ഓപ്പാമ്പ് എന്ന് പറയുന്നത് ഈസ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ഓപ്പാമ്പിൻ്റെ കേസിൽ ഇറ്റ് ഈസ് എ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. Op-amp is a multi-stage amplifier, and in this case for every op-amp the input stage of an op-amp is differential amplifier. Okay, differential amplifier. ഇനി ഈ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ is well suited in IC fabrication. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ IC ഫാബ്രിക്കേഷൻ വഴിയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ IC ഫാബ്രിക്കേഷനിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വെൽ സ്യൂട്ടഡ് ആണ്. എന്താ കാരണം വെച്ചാൽ വെൽ സ്യൂട്ടഡ് ആണെന്ന് പറയാൻ കാരണം രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഇത് IC ഫാബ്രിക്കേഷനിൽ വെൽ സ്യൂട്ടഡ് ആണെന്ന് പറയാൻ കാരണം ദ പെർഫോമൻസ് ഓഫ് ഡിഫറൻഷ്യൽ പെയർ ഡിപ്പെൻഡ്സ് ക്രിറ്റിക്കലി ഓൺ ദ മാച്ചിങ് ബിറ്റ്വീൻ. അപ്പോൾ നമുക്കറിയാം ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ട്രാൻസിസ്റ്റർ ഇതേപോലെ രണ്ട് ആംപ്ലിഫയർ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വരുന്നത്. ഇതേപോലെ ഒരു VCC, എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് എടുക്കുന്നത് ഇതിന് അക്രോസും ഇൻപുട്ട് കൊടുക്കുന്ന രണ്ട് ബേസിന് അക്രോസ് ആണ് ഇൻപുട്ട് VB1 ഉം VB2 ഇങ്ങനെ കൊടുക്കുന്നത്. ഔട്ട്പുട്ട് എടുക്കുന്ന രണ്ട് കളക്ടറിന് അക്രോസ് ആണ് ഇവിടെ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സെക്ഷനും, അതായത് Q1 ട്രാൻസിസ്റ്ററും Q2 ട്രാൻസിസ്റ്ററിൻ്റെ ഇപ്പോൾ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ഭാഗം മാച്ചിങ് പെർഫെക്റ്റ് ആണെങ്കിലാണ് ഇതിൻ്റെ വർക്കിംഗ് നല്ല പെർഫോമൻസ് വരുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ കേസ് എന്താ വെച്ചാൽ ദ പെർഫോമൻസ് ഓഫ് ഡിഫറൻഷ്യൽ പെയർ depends critically on the matching between two sides. ഈ രണ്ട് സൈഡിൻ്റെ മാച്ചിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് IC ഫാബ്രിക്കേഷൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മാച്ചിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ ഇൻ ദ കേസ് ഓഫ് IC ഫാബ്രിക്കേഷൻ ദിസ് മാച്ചിങ് ക്യാൻ ബി അച്ചീവ്ഡ്. ഈ മാച്ചിങ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം ഒറ്റ ഇതിലാണ് അതെല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാച്ചിങ് ബിറ്റ്വീൻ ദ ടു സൈഡ് will be provided when we fabricate as in IC form. IC ഫോമിൽ ഇങ്ങനെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന കേസിൽ അല്ലെങ്കിൽ IC ഫാബ്രിക്കേഷൻ ഇസ് capable of providing the matching between the two sides പ്രോപ്പറായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ്. അപ്പോൾ IC ഫാബ്രിക്കേഷനിൽ യൂസ് ചെയ്യാൻ കാരണം, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ IC ഫാബ്രിക്കേഷൻ യൂസ് ചെയ്യാൻ കാരണം ഒന്നാമത് പെർഫെക്റ്റ് മാച്ചിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കേസ് എന്താ വെച്ചാൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് ഇറ്റ് യൂട്ടിലൈസസ് മോർ കമ്പോണൻസ്. അപ്പോൾ മോർ കമ്പോണൻസ് യൂസ് ചെയ്യുമ്പോൾ എന്താവുക, കൂടുതൽ കോസ്റ്റ് കൂടും. സോ ദിസ് വിൽ ഇൻക്രീസ് കോസ്റ്റ്.
അപ്പോൾ ഇത് ഒരു ICയിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ when we fabricate by means of or in the form of IC ഈ എല്ലാ കമ്പോണൻസും എന്ത് ചെയ്യാം സിംഗിൾ ചിപ്പിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുക. അപ്പോൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ വെൻ കമ്പയർ ടു സിംഗിൾ എൻഡഡ് ഈ ഒരു സിംഗിൾ എൻഡഡ് ആംപ്ലിഫയർ എടുക്കുകയാണെങ്കിൽ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ കൂടെ കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്കറിയാം സിംഗിൾ എൻഡഡ് ആംപ്ലിഫയറിനേക്കാൾ കൂടുതൽ കമ്പോണൻസ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിന് ആവശ്യമുണ്ട്. അപ്പോൾ അത് മോർ കമ്പോണൻസ് യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് നമ്മൾ IC ഫോമിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ ഇതിൽ എല്ലാം ട്രാൻസിസ്റ്റർ ഫോമിലും ഫാബ്രിക്കേഷൻ സ്റ്റെപ്സ് സെയിം ആയിട്ട് വരും. എല്ലാം ട്രാൻസിസ്റ്റർ ഫോമിലാണ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒരു സ്റ്റെപ്പിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് ദ കോസ്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. ഇനി നമുക്ക് വേറെ ഒരു പോയിന്റ് പറയാനുള്ളത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറും അതായത് നമുക്ക് ഇനിയിപ്പോൾ നമ്മൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഡിസ്കസ് ചെയ്യുമ്പോൾ വി ക്യാൻ കമ്പയർ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ വിത്ത് സിംഗിൾ എൻഡഡ് ആംപ്ലിഫയർ വിത്ത് സിംഗിൾ എൻഡഡ് ആംപ്ലിഫയർ. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുന്ന കേസിൽ നമുക്കറിയാം എന്തായാലും ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ബെറ്റർ. അതിന് രണ്ട് റീസൺ ഉണ്ട്. ഒന്നാമത്തെ റീസൺ വൈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഇസ് പ്രിഫേർഡ് ഓവർ സിംഗിൾ എൻഡഡ് എന്ന് പറയാൻ കാരണം ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് ആർ മച്ച് അതായത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത് much less sensitive to noise and interference അപ്പോൾ ഈ നോയ്സ് ഇൻ്റർഫിയറൻസിനും സെൻസിറ്റിവിറ്റി കുറവാണ് ആംപ്ലിഫയറിൻ്റെ കേസിൽ വെൻ ബി കമ്പയർഡ് ടു സിംഗിൾ എൻഡഡ്. ഇനി രണ്ടാമത്തെ ഇതെന്താണെന്ന് വെച്ചാൽ ഡിഫറൻഷ്യൽ കോൺഫിഗറേഷൻ എനേബിൾ അസ് ടു ബയാസ് ദ ആംപ്ലിഫയർ. അതായത് നമുക്ക് ബയാസ് ഏത് ട്രാൻസിസ്റ്ററും ആക്റ്റീവ് റീജിയനിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബയാസ് ആവശ്യമുണ്ട്. അപ്പോൾ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ കോൺഫിഗറേഷൻ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ബയാസ് എനേബിൾ ചെയ്യുക. എങ്ങനെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എനേബിൾസ് ആംപ്ലിഫയർ ബയാസ് or enables to bias ആംപ്ലിഫയർ. അതായത് ആക്റ്റീവ് റീജിയനിലേക്ക് ആക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ആംപ്ലിഫയറിനെ ബയാസ് ചെയ്യുക വിത്തൗട്ട് ദ നീഡ് ഫോർ ബൈപ്പാസ് കപ്പാസിറ്ററും വേണ്ട ആൻഡ് കപ്ലിംഗ് കപ്പാസിറ്റർ. ഇപ്പോൾ സിംഗിൾ എൻഡഡ് ആണെങ്കിൽ നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്ററും യൂസ് ചെയ്യണം, ബൈപ്പാസ് കപ്പാസിറ്റർ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ DC കമ്പോണൻ്റ് ഒക്കെ വന്നിട്ട് അതിൻ്റെ ബയാസ് മാറ്റും. പക്ഷേ ഇവിടെ നമുക്ക് ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ കേസിൽ നമുക്ക് ആ ബയാസ് ചെയ്യാൻ പറ്റും. എന്തില്ലാതെ? ബൈപ്പാസ് കപ്പാസിറ്ററും കപ്ലിംഗ് കപ്പാസിറ്ററും ഇല്ലാതെ നമുക്കതിനെ ബയാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് രണ്ട് പോയിന്റ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, വൈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഇസ് പ്രിഫേർഡ് ഓവർ സിംഗിൾ എൻഡഡ് ആംപ്ലിഫയർ. ഇനി നമുക്ക് BJTയുടെ ഡിഫറൻഷ്യൽ പെയറിൻ്റെ വർക്കിംഗ് എന്താണെന്ന് നോക്കാം. ആദ്യം സർക്യൂട്ട് വരയ്ക്കാം. ഇതാണ് ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട്. Q1 Q2 ട്രാൻസിസ്റ്റർ ഉണ്ട്. ഇൻപുട്ട് VB1 VB2, പിന്നെ ഔട്ട്പുട്ട് എടുക്കുന്നത് കളക്ടർ VC1 VC2 അക്രോസ് ആണ്. രണ്ട് റെസിസ്റ്റർ RC. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ സർക്യൂട്ട്. അപ്പോൾ ഇതിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 മാച്ച്ഡ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ് അവൾ നമ്മൾ മാർക്ക് ചെയ്ത പോലെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു മാച്ച്ഡ് ട്രാൻസിസ്റ്റേഴ്സ്. അത് ഏതൊക്കെയാണ്? Q1 ആൻഡ് Q2 മാച്ച്ഡ് ട്രാൻസിസ്റ്റേഴ്സ് Q1 ആൻഡ് Q2 ഉണ്ട്. ആ രണ്ട് ട്രാൻസിസ്റ്ററിൻ്റെയും എമിറ്റേഴ്സ് ആർ കണക്റ്റഡ് ടുഗദർ. and biased by a constant current source I. Biased by a constant current source I. അതാണ് ഈ കാണിച്ചേക്കുന്ന constant current source I. Okay. Each collector is connected to പവർ സപ്ലൈ ത്രൂ VCC. അപ്പോൾ രണ്ട് കളക്ടർ ഉണ്ട്. കളക്ടർ രണ്ടും ഈസ് കണക്റ്റഡ് ടു കളക്ടർ
collectors are connected to VCC through RC. ഇത്രയാണ് സർക്യൂട്ട് വരുന്നത്. അപ്പോൾ എല്ലാ കേസിലും RC ആവണമെന്നില്ല, ചില കേസിൽ ട്രാൻസിസ്റ്റർ ലോഡായിട്ടും അങ്ങനെ ഓരോ ആപ്ലിക്കേഷനെ അനുസരിച്ചിട്ട് ഈ കളക്ടർ VCCക്ക് കണക്ട് ചെയ്യുന്നത് ഡിഫറെൻറ്റ് കമ്പോണൻസ് വെച്ചിട്ടെല്ലാം ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് RC വെച്ചിട്ട് റെസിസ്റ്റർ വെച്ചിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ എയിം എന്താ വെച്ചാൽ ഒരിക്കലും നമ്മുടെ ട്രാൻസിസ്റ്റർ സാച്ചുറേഷനിലേക്ക് പോകരുത്, അതിനുള്ള ഒരു പ്രിക്വേഷനാണ് ഈ ലോഡ് റെസിസ്റ്റൻസ് RC. അപ്പം അത്ര മാത്രമേ ചില കേസിൽ നമുക്ക് ട്രാൻസിസ്റ്ററും ലോഡായിട്ട് യൂസ് ചെയ്യാം. ഇനി ബേസിക് ഓപ്പറേഷൻ എന്താണെന്ന് നോക്കാം. ബേസിക് ഓപ്പറേഷൻ. ബേസിക് ഓപ്പറേഷൻ്റെ കേസിൽ ഫസ്റ്റ് നമുക്ക് കേസ് 1 രണ്ട് ബേസും വി ക്യാൻ കണക്ട്. കേസ് 1ൽ കണക്ട് 2 ബേസ് ടുഗദർ എന്നിട്ടൊരു കോമൺ മോഡ് വോൾട്ടേജിലേക്ക് കണക്ട് ആൻഡ് ഗിവ് എ കോമൺ മോഡ് വോൾട്ടേജ്. അപ്പോൾ രണ്ട് ബേസും ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ കോമൺ വോൾട്ടേജ് കൊടുക്കാൻ പോവാണ്. ആ കോമൺ വോൾട്ടേജിനെ നമുക്ക് VCM എന്ന് കൊടുക്കാം. അതിൻ്റെ ഫിഗർ താഴെ കൊടുക്കാം. രണ്ട് ബേസും കൂടെ ഷോർട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഒരു VCM കോമൺ മോഡ് സിഗ്നൽ ഇവിടെ കൊടുക്കുകയാണ്. ബാക്കി എല്ലാ പോർഷനും സെയിം തന്നെ കേട്ടോ, വ്യത്യാസം ഇത് മാത്രമേ. We are connecting two base together and giving a sub voltage VCM. ബാക്കി എല്ലാ സർക്യൂട്ടും സെയിം ആണ്. അപ്പോൾ എന്താ സംഭവിക്കണമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ VB1 ഈക്വൽ ടു VB2 ഈക്വൽ ടു VCM രണ്ട് ഷോർട്ട് ചെയ്തിട്ട് VCM എന്ന് കൊടുത്ത്. ഇനി Q1 ഉം Q2 എന്താണ്? Q1 ആൻഡ് Q2 മാച്ച്ഡ് ആണെന്ന് അറിയാം, കാരണം നമ്മൾ ICയിലാണ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നത്, മാച്ച്ഡ് എന്നുള്ള അസ്യൂംഷനിലാണ് എടുക്കുന്നത്. അതേപോലെ നമ്മുടെ ബയാസ് കറൻറ്റ് സോഴ്സ് ഉണ്ടല്ലോ, ബയാസ് കറൻറ്റ് സോഴ്സ് I, ഈ ഒരു കറൻറ്റ് സോഴ്സാണ് ബയാസ് കറൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത്, I ആണ്. ഈ ബയാസ് കറൻറ്റ് സോഴ്സ് I എന്ന് പറയുന്നത് ഐഡിയൽ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, അതായത് പെർഫെക്റ്റ് ആണ്, അതായത് കോൺസ്റ്റന്റ് കറന്റ് തന്നെയാണ്, അതിൽ ലീക്കേജ് ഒന്നുമില്ല, കോൺസ്റ്റന്റ് കറന്റ് ആണ്. അതായത് അപ്പോൾ കോൺസ്റ്റന്റ് കറന്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ ഇംപീഡൻസ് എന്ന് പറയുന്നത്, കോൺസ്റ്റന്റ് കറന്റ് ഐഡിയൽ ആയിട്ട് കിട്ടണമെങ്കിൽ ഇംപീഡൻസ് എന്താവണം? ഇൻഫിനിറ്റി ആയിരിക്കണം. അതിന് അക്രോസുള്ള ഇംപീഡൻസ് ഇൻഫിനിറ്റീവ് ഇംപീഡൻസ് ആയിരിക്കണം. ഓക്കെ, അതാണ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ഐഡിയൽ എന്നുള്ള കേസ്. From the symmetry, I will be divided equally between the two transistors. അപ്പോൾ ഇവിടെ ഈ ഒരു ഇവിടുത്തെ കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് I ആണെന്ന് പറഞ്ഞു. അപ്പോൾ I എവിടുന്ന വരുന്നത്? ഈ രണ്ട് എമിറ്ററിൽ കൂടിയാണ് കറന്റ് വരുന്നത്, IE1 ഉം IE1 ഉം. അപ്പോൾ രണ്ടും സിമെട്രി ആയതുകൊണ്ട് IE1 will be equal to എന്തായിരിക്കും? IE2 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് I വരുന്നത്. അപ്പോൾ ടോട്ടൽ IE1 പ്ലസ് IE2 എന്താണ്? ഇസ് ഈക്വൽ ടു I. അപ്പോൾ IE1 എന്തായിരിക്കണം? I/2 ആയിരിക്കണം, ഇതും I/2 ആയിരിക്കണം. അപ്പോൾ രണ്ട് I/2 പാസ് ചെയ്തിട്ട് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് I കിട്ടുന്നത്. സോ ഹിയർ ദ കോൺസ്റ്റന്റ് കറന്റ് സോഴ്സ് ഐഡിയൽ ആണ് അസ്യൂം ചെയ്ത്, അപ്പോൾ അത് I ആണ്, അത് പാസ് ചെയ്യുന്നത് ഈ എമിറ്ററിൽ കൂടെയും ഈ രണ്ട് എമിറ്ററിൽ കൂടെയാണ്. അപ്പോൾ എമിറ്ററിൽ രണ്ടും ഐഡന്റിക്കൽ ആയതുകൊണ്ട് രണ്ട് കറണ്ടും ഈക്വൽ ആവും. അപ്പോൾ എന്തായിരിക്കും? I/2 ടോട്ടൽ I/2 വരും. സോ IE1 ഈക്വൽ ടു IE2 is equal to I/2 ആയിട്ട് വന്നു. സോ ഹിയർ വി ക്യാൻ അടുത്ത പോയിന്റ് എന്താണ്? IE1 ഈക്വൽ ടു IE2 ഈക്വൽ ടു IE2 ഈക്വൽ ടു I/2 ആയിട്ട് വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എമിറ്ററിലത്തെ വോൾട്ടേജ് എന്താ നോക്കാം. എമിറ്ററിലത്തെ വോൾട്ടേജ് ഏതാ? എമിറ്റർ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലത്തെ വോൾട്ടേജ്. ഈ പോയിന്റിലത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടുത്തെ വോൾട്ടേജ് എന്താ? VCM. അതിൽ നിന്ന്
ഈ ഒരു ജംഗ്ഷനിലത്തെ ബേസ് എമിറ്റർ ജംഗ്ഷനിൽ നമുക്കറിയാം 0.7 ആണെന്ന്, അല്ലെങ്കിൽ വി ബി എന്ന് പറയാം. അപ്പോൾ അതായത് എമിറ്റർ വോൾട്ടേജ് എന്ന് പറയുന്നത് ദ വോൾട്ടേജ് അറ്റ് ദ എമിറ്റർ, രണ്ടും എമിറ്ററും ഷോർട്ടർ ആണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു എമിറ്ററിനെ പറഞ്ഞാൽ മതി. എമിറ്റർ വോൾട്ടേജ് ഈക്വൽ ടു ബേസ് വോൾട്ടേജ്, അതായത് വി സി എം മൈനസ് വി ബി ഇ. 0.7 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു വി സി എം മൈനസ് 0.7. ഇനി കളക്ടർ വോൾട്ടേജ് നോക്കാം. കളക്ടർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് ആണ് കളക്ടർ വോൾട്ടേജ്. അപ്പോൾ കളക്ടർ വോൾട്ടേജ് കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം കളക്ടർ വോൾട്ടേജിന്റെ ഇക്വേഷൻ എഴുതാം. കളക്ടർ വോൾട്ടേജ് എന്താണ്? കളക്ടർ വോൾട്ടേജ്, ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് വി സി സി ആണ്. ഹിയർ ദ വോൾട്ടേജ് ഈസ് വി സി സി. ആ വി സി സിന്ന് ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് IC1ഉം ഇവിടെ IC2 ആണ്. അപ്പോൾ IC1 ഇൻറ്റു RC എന്നുള്ള ഡ്രോപ്പ് കഴിഞ്ഞാൽ ബാക്കി വോൾട്ടേജ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു കളക്ടറിലത്തെ VC1ത്തെ വോൾട്ടേജ് എഴുതാം. VC1 കളക്ടർ വോൾട്ടേജ് 1ന്റെ കേസിൽ VCC മൈനസ് IC ഇൻറ്റു RC, IC1 ഇൻറ്റു RC. രണ്ടും ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് അങ്ങനെ എഴുതുകയും ചെയ്യാം. അപ്പോൾ നമുക്കിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് IC1 എന്താന്ന് നോക്കണം. IC1 എന്താണ്? IC1 ഇസ് ഈക്വൽ ടു ആൽഫ IE1 ആണെന്ന് അറിയാം, അല്ലെങ്കിൽ IC ഇസ് ഈക്വൽ ടു ആൽഫ I ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ആൽഫ I എന്താണ്? I/2 ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു VCC മൈനസ് ആൽഫ VCC minus alpha IE1 RC, or is equal to it is equal to VCC minus alpha I/2 ആണെന്ന് അറിയാം. അപ്പോൾ alpha I/2 into RC. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ VC1ന്റെ കേസ് എടുത്തത്. ഇനി VC2ന്റെ കേസിലും സെയിം ഇനി വരുന്നത്. അപ്പോൾ രണ്ടും അപ്പോൾ VC1 എന്ന് പറയുന്നത് എന്താണ്? VCC മൈനസ് ആൽഫ I/2 RC. അത് തന്നെയാണ് VC2 വരുന്നത്, വിച്ച് ഇസ് ഓൾസോ ഈക്വൽ ടു VC2 is equal to VCC minus alpha I/2 RC. എന്താ കാരണം? IC1 മാച്ച്ഡ് ആയതുകൊണ്ട് IC1 is equal to IC2. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. ഔട്ട്പുട്ട് എന്താ വരുന്നത്? ഔട്ട്പുട്ട് V0 is equal to VC1 minus VC2. VC1 minus VC2 ആകുമ്പോൾ എന്താ വരുന്നത്? VC1 എന്താ? VCC minus alpha by2 RC. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്, VCC മൈനസ് ആൽഫ I/2 RC. So that will be equal to 0. Okay. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് as long as Q1 and Q2 remains in active region, അതായത് രണ്ടും ആക്റ്റീവ് റീജിയനിലാണെങ്കിൽ, രണ്ടും ഓൺ ആണ്, രണ്ട് ആക്റ്റീവ് റീജിയനിലാണെങ്കിൽ നമ്മുടെ ബയാസ് കറന്റ് I എന്താവും? ഇറ്റ് വിൽ ബി ഡിവൈഡഡ് ബിറ്റ്വീൻ ദ ട്രാൻസിസ്റ്റർ ഈക്വലി. കറന്റ് I വിൽ ഡിവൈഡ് ബിറ്റ്വീൻ ദ ട്രാൻസിസ്റ്റർ ഈക്വലി ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഡിവൈഡ് ചെയ്തിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്യുന്നിടത്തോളം കളക്ടർ വോൾട്ടേജ് വിൽ ബി ഈക്വൽ. കളക്ടർ വോൾട്ടേജ് will be equal. അപ്പോൾ അതിന് നമുക്കറിയാം ഔട്ട്പുട്ട് will be equal to 0. Vout will be equal to 0. That means ഇപ്പോൾ നമ്മൾ രണ്ട് ഇൻപുട്ടും കോമൺ ആയിട്ടാണ് കൊടുത്തത്, അതാണ് കോമൺ മോഡ് ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇൻ ദ കേസ് ഓഫ് കോമൺ മോഡ് ഇൻപുട്ട് സിഗ്നൽ, രണ്ട് ഇൻപുട്ടും ബേസ് കണക്ട് ചെയ്തിട്ട് കോമൺ മോഡിൽ ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇൻപുട്ട് കോമൺ മോഡ് ഇൻപുട്ട് സിഗ്നൽ the differential amplifier rejects its amplifier rejects. അപ്പോൾ കോമൺ മോഡ് സിഗ്നലിനെ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ത് ചെയ്യും? റിജക്ട്സ്.
Thus, the differential amplifier does not respond the common mode signal, or the differential amplifier rejects the common mode signal. Differential amplifier rejects the common mode signal. അപ്പോൾ എന്ത് നോയ്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും അത് ഇതേപോലെ കണക്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡിലും ഒരുപോലെ ആണ് വരുന്നതെങ്കിൽ അതെല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. കോമൺ മോഡ് സിഗ്നൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കേസ് എടുക്കാം. അടുത്ത കേസ് VB1 നമുക്കൊരു +1 വോൾട്ട് കൊടുക്കാം, ആൻഡ് VB2 കോമൺ അല്ല, ഡിഫറെൻ്റ് ആണ് കൊടുക്കുന്നത്, 0, ഓർ വി ക്യാൻ ഗ്രൗണ്ട് ഇറ്റ്. വി ക്യാൻ ഗ്രൗണ്ട് ബേസ് 2, അതാണ് 0 കൊടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുകയാണെന്നാണ് പറയാം. അപ്പം നമുക്ക് സർക്യൂട്ട് ഇവിടെ വരയ്ക്കാം. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് Q1 ഓൺ ആകും. Q1 വിൽ ബി ഓൺ. Q1 വിൽ ബി ഓൺ. ഓൺ ആവാൻ എന്താ വേണ്ടത്? ഓൺ ആവാൻ VBയിൽ 0.7 വോൾട്ട് വേണം അല്ലേ? VBയിൽ 0.7 വോൾട്ട് വേണം. അപ്പോൾ ഇവിടെ നമ്മൾ +1 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ +1 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ അവൈലബിൾ 0.7 വോൾട്ട് ഇവിടെ അവൈലബിൾ ആവും. അപ്പോൾ അതിൻ്റെ ബാക്കി ഇവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും? ഇവിടുത്തെ വോൾട്ടേജ് 0.3 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു 0.7 വോൾട്ട് ഉള്ളതുകൊണ്ട് Q1 ട്രാൻസിസ്റ്റർ വിൽ ബി ഓൺ. Q1 വിൽ ബി ഓൺ. പക്ഷേ Q2 എന്താണ്? Q2ൻ്റെ കേസിൽ ഇവിടെ 0, ഇവിടെ 0.3 ഉള്ളൂ. അപ്പോൾ ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 0 മൈനസ് 0.3 എന്ന് പറയുന്നത് -0.3 ആണ്. ഇറ്റ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു ടേൺ ഓൺ ട്രാൻസിസ്റ്റർ Q2. അപ്പോൾ ട്രാൻസിസ്റ്റർ Q2 വിൽ ബി ഓഫ്. ക്ലിയർ ആയില്ല? Q1 എന്ന് പറയുന്നത് ഓൺ ആവാൻ കാരണം നമ്മൾ 1 വോൾട്ട് കൊടുത്തിട്ടുണ്ട്, 0.7 വോൾട്ട് മതി അത് VBയിൽ. അപ്പോൾ ഇവിടെ 0.7 വോൾട്ട് കഴിഞ്ഞിട്ട് സഫിഷ്യൻറ്റ് വോൾട്ടേജ് എമിറ്ററിലുണ്ട്. അപ്പോൾ അത് Q1 ഓൺ ആയിരിക്കും, Q2 ഓഫ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ Q2ൻ്റെ എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. അതുകൊണ്ട് ഓഫ് എന്ന് പറയുന്നത്. Q1ൻ്റെതോ ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് VC1 എന്താ നോക്കാം. അപ്പോൾ VC1 എന്ന് പറയുന്നത് എന്തായിരിക്കും? VC1 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ VCC മൈനസ് IC1RC. അപ്പോൾ ഇവിടെ ട്രാൻസിസ്റ്റർ Q1 ഓൺ ആണ്, Q2 ഓഫ് ആണ്. അപ്പോൾ ഇവിടുന്ന് കണ്ട് ഈ ഇവിടുന്ന് കണ്ട് കറണ്ട് ഉണ്ടാവില്ല. ഇത് ഓഫ് ആയതുകൊണ്ട് ഈ ഒരു I1ഉം ഇതും കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ I2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ എല്ലാ കറണ്ടും ഈ ബയാസിലേക്ക് വരുന്ന കംപ്ലീറ്റ് കറണ്ട് ഇസ് IC1. അപ്പോൾ ഇവിടെ IC1 എന്ന് പറയുന്നത് ആൽഫ IE1 ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ആൽഫ I. ടോട്ടൽ I അവിടെ വരും. എവിടെ വരും? IC1ൽ വരും. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? IC1 ഇസ് ഈക്വൽ ടു VCC മൈനസ് ആൽഫ IRC. കംപ്ലീറ്റ് കറണ്ട്, ബയാസ് കറണ്ടും നമ്മുടെ 1ൽ കൂടെയാണ് പാസ് ചെയ്യുക. VC2ൻ്റെ കേസ് എന്താണ്? VC2ൻ്റെ കേസ് will be VCC, കറണ്ട് 0 ആയതുകൊണ്ട് VCC മൈനസ് IC2RC ആണ്. IC പാസ് ചെയ്യുന്നില്ല, അപ്പോൾ VCC മൈനസ് 0, സോ ദാറ്റ് വിൽ ബി VCC. അപ്പോൾ നമുക്ക് VC1ൽ VCC മൈനസ് ആൽഫ RCയും വരും, VC2ൽ VCC ആണ് വരുന്നത്. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. ഒന്ന് ഓഫും ഒന്ന് ഓൺ ആയതുകൊണ്ട് കംപ്ലീറ്റ് ബയാസ് കോൺസ്റ്റന്റ് കറന്റ് സോഴ്സിലേക്ക് വരുന്ന കറണ്ട് മൊത്തം IE1ൽ കൂടെയാണ്, അത് ICയിൽ കൂടെ പാസ് ചെയ്യുന്ന ആ കറണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? ഈ VC1, അതായത് വി ഔട്ട് ഇസ് ഈക്വൽ ടു VC1 മൈനസ് VC2 എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു VCC മൈനസ് ആൽഫ IRC മൈനസ് VCC, ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് ആൽഫ IRC. അപ്പോൾ അവിടെ ഒരു ഡിഫറൻസ് വോൾട്ടേജ് ഉണ്ട്. ഇനി നമുക്ക് നേരെ തിരിച്ചു കൊടുക്കാം. അതായത് അടുത്ത കേസ് 3, തേർഡ് കേസ് 3യുടെ കേസിൽ നമുക്ക് VB1ൽ -1 വോൾട്ടും VB2ൽ 0 വോൾട്ടും അല്ലെങ്കിൽ ഗ്രൗണ്ട് ചെയ്യുക, 0 വോൾട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ അതാണ് അടുത്ത് വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ Q1 ഓഫ് ആയിരിക്കും. Q1 will be turn off and Q2 will be carry all the current. ഈ കേസിൽ ഇവിടെ എന്താ വെച്ചാൽ Q1 ഓഫ് ആയിരിക്കും, Q1 will be off and Q2 will be on. അപ്പോൾ Q2 ഓൺ ആവുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ഇവിടെ ഗ്രൗണ്ട് ആണ്, അപ്പോൾ 0 വോൾട്ടേജ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് -0.7 വോൾട്ട് ഇവിടെ അസ്യൂം ചെയ്യുക. അപ്പോൾ എന്താ ഉണ്ടാവുക 0 -0.7 വോൾട്ട് എടുക്കുകയാണെങ്കിൽ 0.7 വോൾട്ട് അക്രോസ് ഇത് ബേസ് എമിറ്റർ VBയുടെ അക്രോസ് 0.7 ഉണ്ട്. അപ്പോൾ Q2 ഓൺ ആണ്, കാരണം അവിടെ ഒരു സിൻസ് VBE2 is equal to 0.7 വോൾട്ട് ഉണ്ട്, കാരണം 0 -0.7 എന്ന് വരുമ്പോൾ ഇവിടെ -1 ഉള്ളതുകൊണ്ട് ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് 0.3 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ 0.7 വന്ന് ആ 0.7 -1 വോൾട്ട് -0.7 വരുമ്പോൾ ഇവിടെ -0.7 വരും. ഈ -0.7 ഇവിടെ വരുന്നതുകൊണ്ട് ഇവിടുത്തെ വോൾട്ടേജ് VBE സഫീഷ്യൻ്റ് ആണ് ടു ടേൺ ഓൺ Q2. അപ്പോൾ Q2 ഓൺ ആണ്, പക്ഷെ Q1ൻ്റെ കേസിൽ ഒരു 0.3 വോൾട്ട് അവിടെ വരുള്ളൂ. അപ്പോൾ Q1 ഓഫ് ആണ്, Q2 ഓൺ ആണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടുത്തെ EBJ ജംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. Q2ൻ്റെ കേസിൽ ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഏത് ജംഗ്ഷൻ? EBJ ജംഗ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് VC1 എഴുതാം. അപ്പോൾ കംപ്ലീറ്റ് കറണ്ട് ഇതിൽ കൂടെ പാസ് ചെയ്യുക. കംപ്ലീറ്റ് കറണ്ട് വിൽ പാസ് ത്രൂ ദ ട്രാൻസിസ്റ്റർ Q2ൽ കൂടിയാണ് പാസ് ചെയ്യുക. സോ VC1 എന്താണ് വരിക? VC1 is equal to VCC എന്ന് വരും. ആൻഡ് VC2 will be equal to VCC minus alpha I RC. അപ്പോൾ ഈ രണ്ട് കേസിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഇനി ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും V0 is equal to alpha I RC ആണ്. VCC ക്യാൻസൽ ചെയ്യും, ആൽഫ I RC. അപ്പോൾ രണ്ട് കേസിലും ഡിഫറൻഷ്യൽ മോഡിൽ വരുമ്പോൾ ഡിഫറെൻറ്റ് ഇൻപുട്ടാണ് ബേസിൽ കൊടുക്കണമെങ്കിൽ അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്ന ഡിഫറൻഷ്യൽ പെയർ റെസ്പോൺസ് ടു ലാർജ് ഡിഫറൻസ് മോഡ്. ഡിഫറൻഷ്യൽ പെയർ റെസ്പോൺസ് ടു ലാർജ് ഡിഫറൻസ് മോഡ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കോമൺ മോഡ് സിഗ്നലാണെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ്, അത് റിജക്റ്റ് ചെയ്യും. ഡിഫറൻസ് സിഗ്നലാണെങ്കിൽ അത് ആംപ്ലിഫൈ ചെയ്തിട്ട് ആൽഫ I RC എന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് ആ ഡിഫറൻസ് സിഗ്നലിന് അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നമുക്ക് റിലേറ്റീവ്ലി സ്മോൾ ഡിഫറൻസ് ആണെങ്കിൽ അത് മതിയെ നമുക്ക് എന്ത് ചെയ്യാൻ, ഒരു ഇൻപുട്ടിനെ ഒരു ട്രാൻസിസ്റ്ററിന് ഓണും മറ്റേ ട്രാൻസിസ്റ്ററിന് ഓഫ് ആക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളതിന് പറയാം സ്മോൾ ഡിഫറൻസ് വോൾട്ടേജ് is able to steer the entire bias from one side of the pair to the other side. ഒരു എൻറ്റയർ ഈ കറണ്ട് ബയാസ് I എന്ന് പറയുന്നത് എൻറ്റയർ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്മോൾ ഡിഫറൻസ് സിഗ്നൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ടു യൂസ് ആസ് എ ലീനിയർ ആംപ്ലിഫയർ. അപ്പോൾ നമുക്ക് രണ്ട് കേസ് കോമൺ മോഡും ഡിഫറൻസ് മോഡും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത്, ഇനി ലീനിയർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, ലീനിയർ ആംപ്ലിഫയർ ആണെങ്കിൽ എങ്ങനെയാണ്, നമ്മളൊരു ഇൻപുട്ട് കൊടുത്ത് അതിനെ കറക്റ്റ് ആംപ്ലിഫൈ ചെയ്തിട്ട് വരണം. അപ്പോൾ ആ കേസിൽ നമുക്ക് വെരി സ്മോൾ ഡിഫറൻഷ്യൽ സിഗ്നലാണ് നമ്മൾ കൊടുക്കുക. ലീനിയർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ വി വിൽ അപ്ലൈ ഇൻപുട്ട് ആസ് എ വെരി സ്മോൾ ഇൻപുട്ട് സിഗ്നൽ. ഓക്കെ, ഡിഫറൻഷ്യൽ ആട്ടാ, വെരി സ്മോൾ ഡിഫറൻഷ്യൽ, ചെറിയ വ്യത്യാസമുള്ള ഡിഫറൻഷ്യൽ ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ ആ കേസിൽ ഒരു ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും, വൺ ട്രാൻസിസ്റ്റർ. അപ്പോൾ നമ്മൾ ലീനിയർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, വെരി സ്മോൾ ഡിഫറൻസ് സിഗ്നലാണ് ഇൻ ബിറ്റ്വീൻ ട്രാൻസിസ്റ്റർ ബേസ് ഓഫ് വൺ ട്രാൻസിസ്റ്റർ അതർ ട്രാൻസിസ്റ്ററിൻ്റെ ബിറ്റ്വീനിൽ ഒരു സ്മോൾ ഡിഫറൻസ് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ രണ്ട് ഇതും വർക്ക് ചെയ്യും, രണ്ട് ട്രാൻസിസ്റ്ററും വർക്ക് ചെയ്യും, കാരണം സ്മോൾ ഡിഫറൻസ് അല്ലേ ഉള്ളത്. അപ്പോൾ ഒരെണ്ണം കണ്ടക്ട് ചെയ്യും, എങ്ങനെ, വൺ വിൽ ബി കണ്ടക്റ്റഡ് ബൈ എ കറന്റ് ഓഫ് I/2
പ്ലസ് ഡെൽറ്റ ഐ. ഡെൽറ്റ ഐ എന്ന് പറയുന്നത് ആ സ്മോൾ സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ടും other transistor will be conducting by a current of minus delta I by 2 minus delta I. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ കണ്ടക്ട് ചെയ്യുമ്പോൾ സ്മോൾ സിഗ്നൽ വെച്ചിട്ട് ഇങ്ങനെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഡെൽറ്റ ഐ എന്ന് പറയുന്നത് ഈ ഡെൽറ്റ ഐ എന്തിന് കറസ്പോണ്ടിങ്, ഇതാണ് നമ്മുടെ ബയാസ് എന്ന് പറയുന്നത്, അത് ക്യാൻസൽ ചെയ്ത് പോകും കോമൺ കറണ്ട്. പിന്നെ ഡിഫറൻസ് വരുന്നത് ഇതാണ്. അപ്പോൾ ഈ ഡെൽറ്റ ഐ എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിഫറൻസ് ഇൻപുട്ട് വോൾട്ടേജ്. നമ്മൾ ബേസിൽ അപ്ലൈ ചെയ്ത ഡിഫറൻസ് ഇൻപുട്ട് സിഗ്നൽ ഉണ്ടല്ലോ, ആ ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ടല്ലോ, ആ ഇൻപുട്ട് വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടാണ് ഡെൽറ്റ ഐ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അതിനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താ വെച്ചാൽ നമുക്കിവിടെ ഒരു സംഭവം വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്മോൾ സിഗ്നലാണ് ഇവിടെ കൊടുക്കുന്നത്. ബിറ്റ്വീൻ ഇവിടെ ഒരു സ്മോൾ സിഗ്നൽ കൊടുക്കും. ഇത് നമുക്ക് ഗ്രൗണ്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിനെ ക്രോസ്, അതായത് രണ്ട് ബേസിൻ്റെ ഇടയിൽ ഒരു സ്മോൾ സിഗ്നൽ കൊടുക്കുകയാണ്. സ്മോൾ സിഗ്നൽ കൊടുക്കുമ്പോഴത്തേക്കും ഇത് നമ്മുടെ Q1, ഇതിവിടെ Q2 ആണ്. ഇത് നമ്മുടെ ബയാസ് കറണ്ട് I ആണ്. അപ്പോൾ ഇവിടെ വരുന്ന കറണ്ട് എന്ന് പറയുന്നത് ഇതിലാണ് സ്മോൾ കറണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ വരുന്ന കറണ്ട് എന്ന് പറയുന്നത്, ഈ കറണ്ട് എന്താവും I/2 എന്ന് പറയുന്നത് രണ്ടിലും സെയിം ആയിട്ടാണ് വരിക. ഇപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ I കിട്ടും. അതിൽ കൂടെ ഇവിടെ നമുക്ക് പ്ലസ് ഡെൽറ്റ ഐയും ഇവിടെ നമുക്ക് മൈനസ് ഡെൽറ്റ ഐയും. ഇത് ഈ ഒരു സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടാണ് ഡെൽറ്റ ഐ. മറ്റേ ബയാസിൻ്റെ കറണ്ടാണ് I/2. അപ്പോൾ ഇതാണ് നമ്മുടെ എമിറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട്. ഒരു സൈഡിൽ I/2 പ്ലസ് ഡെൽറ്റ ഐയും മറ്റേ സൈഡിൽ I/2 മൈനസ് ഡെൽറ്റ ഐയും. ഇനി ഇത് നമ്മുടെ കളക്ടറിൽ വരുമ്പോൾ എന്താ വരിക, കളക്ടറിൽ വരുമ്പോഴത്തേക്കും കളക്ടർ കറണ്ടായിട്ട് വരുന്നത് എന്താ വരിക, ആൽഫ I/2 RC പ്ലസ് ഒരു സൈഡിൽ പ്ലസ് ഡെൽറ്റ ഐ, ആൽഫ ഡെൽറ്റ ഐ RC എന്ന് വരും. മറ്റേ സൈഡിലോ ആൽഫ I/2 RC പ്ലസ് അല്ല, ഈ സൈഡിൽ മൈനസ് ഡെൽറ്റ ഐ ആൽഫ ഡെൽറ്റ ഐ RC എന്ന് വരും. അപ്പം ഇത് നമ്മൾ VCC എന്ന് മൈനസ് ചെയ്യണം. ഇത് എവിടുത്തെ ഡ്രോപ്പാണ്, ഇത് കളക്ടർ വണ്ണിലത്തെ ഡ്രോപ്പാണ്. ഇത് കളക്ടർ ടൂയിലത്തെ ഡ്രോപ്പ്, ഇത് വണ്ണിലത്തെ ഡ്രോപ്പ്. അപ്പോൾ നമ്മുടെ VCC V1 എന്തായിരിക്കും, V1 വിൽ ബി ഈക്വൽ ടു VCC. ഇത് ഇവിടുത്തെ വോൾട്ടേജ് ആട്ടോ VC1 എന്ന് പറയാം. VC1 ഈക്വൽ ടു VCC മൈനസ് ആൽഫ I/2 RC പ്ലസ് ആൽഫ ഡെൽറ്റ ഐ ഇൻറ്റു RC എന്ന് ഒരിക്കലും. VC2 എന്താ വരിക, VC2 എന്ന് പറയുന്നത് VC2 ഇതാണ് ഇവിടുത്തെ വോൾട്ടേജ്. VC2 വിൽ ബി ഈക്വൽ ടു VCC മൈനസ് ആൽഫ I/2 RC മൈനസ് ആൽഫ ഡെൽറ്റ ഐ RC ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് കേസ്. ഇനി ഇതിൽ നമുക്ക് V0 എന്താ വരിക, V0 വിൽ ബി ഈക്വൽ ടു VC1 മൈനസ് VC2. അപ്പോൾ VCCയും VCCയും ക്യാൻസൽ ചെയ്യും. പിന്നെന്താണ്, ആൽഫ I/2 RCയും ക്യാൻസൽ ചെയ്യും. പിന്നെ വരുന്നത് എന്താ വരുന്നത്, ഒരു സൈഡിൽ നമുക്ക് VC1ൽ ബാക്കി വരുന്നത് മൈനസ് ആൽഫ ഡെൽറ്റ ഐ RC മൈനസ് ആൽഫ ഡെൽറ്റ ഐ RC. So that will be equal to 2 times delta I alpha 2 times delta I RC ആയിട്ട് വരും. So the collector will be 2 alpha delta which is proportional to the difference input. അപ്പോൾ ഈ ഒരു കമ്പോണന്റ്, അതായത് ഒന്നും കൂടി വൃത്തിയിൽ എഴുതാം, 2 into alpha delta I RC എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് പ്യുവർലി ദ കമ്പോണന്റ് ഓഫ് ഡിഫറൻഷ്യൽ ഇൻപുട്ട്. അപ്പോൾ കോമൺ സിഗ്നൽ എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഈ ഔട്ട്പുട്ട് കിട്ടുന്നത് ഇവിടെ കൊടുത്ത ആ സിഗ്നലിന്, സ്മോൾ സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടിൻ്റെ ആ ഒരു വോൾട്ടേജ്, ഡിഫറൻസ് വോൾട്ടേജ് ആണ് വരുന്നത്.
So it is proportional to the differential input signal Vi. അപ്പോൾ ഇവിടെ VCC മൈനസ് VCC അത് ക്യാൻസൽ ചെയ്യും, മൈനസ് ആൽഫ ആർ സിയും മൈനസ് ആൽഫ ആർ സിയും കൂടി അതും ക്യാൻസൽ ചെയ്യും. ഇവിടെ നമുക്ക് ഒന്ന് പ്ലസ് ആണ്, അപ്പോൾ അത് ഇവിടെ മൈനസ് ഈ ടേം വരും, ഇവിടെ നമുക്ക് മൈനസ് ഇത് പ്ലസ് ടേം വരിക, അപ്പോൾ വീണ്ടും മൈനസ് ടേം വരും. അപ്പോൾ എന്ത് വരും? മൈനസ് ഓഫ് ഈ ഒരു ടേം ആണ് വരിക. ഈ ഒരു ടേം എന്ന് പറയുന്നത് നമ്മുടെ ഡിഫറൻസ് ഇൻപുട്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള സിഗ്നലാണ്.